ഓം ശ്രീനാരായണ പരമഗുരവേ നമഃ. കുണ്ടലിനിപ്പാട്ട് മന്ത്രം 12. വെള്ളിമലയിൽ വിളങ്ങും വേദ പൊരുളുള്ളിൽ കളിക്കും എന്നാടുപമ്പേ. വെള്ളിമലയിൽ വിളങ്ങും വേദ പൊരുൾ ഉള്ളിൽ കളിക്കും എന്നാടുപമ്പേ. ഓം ശ്രീനാരായണ പരമഗുരവേ നമഃ. ഓം ശുഭദിനം, സുപ്രഭാതം. ഏവർക്കും വിനീതമായ നമസ്കാരം. കുണ്ടലിനി പാട്ട് മന്ത്രം 12 വരികളിൽ ഉള്ളടങ്ങിയിരിക്കുന്ന അർത്ഥം എപ്രകാരമാണെന്ന് നമുക്ക് നോക്കാം. കൈലാസവാസിയായ വേദാന്ത ശിവസത്യം അഥവാ ജ്ഞാനതത്വം അവനവന്റെ ഉള്ളിൽ തന്നെ തെളിഞ്ഞു കാണാറാകുമെന്ന് അറിഞ്ഞുകൊണ്ട് അല്ലയോ കുണ്ടലിനി, നൃത്തം വെച്ച് മുന്നോട്ട് കുതിക്കൂ. വ്യക്തി ശരീരമാണ് പിണ്ഡാണ്ഡം, ഒരു സൗരയുധ ശരീരമാണ് ബ്രഹ്മാണ്ഡം. അനന്തകോടി ബ്രഹ്മാണ്ഡങ്ങളാൽ നിറയപ്പെട്ടതാണ് പ്രപഞ്ചം. പരബ്രഹ്മ സ്വരൂപത്തിൽ സ്പന്ദിച്ചുയരുന്ന പ്രാണശക്തിയാണ് ഈ ബ്രഹ്മാണ്ഡങ്ങളെയും പിണ്ഡാണ്ഡങ്ങളെയും ഉണ്ടാക്കി അയക്കുന്നത്. ബ്രഹ്മാണ്ഡത്തിൽ എന്തെല്ലാം ഉണ്ടോ അവയെല്ലാം പിണ്ഡാണ്ഡത്തിലും ചെറിയ തോതിലുണ്ടായിരിക്കും. കുണ്ടലിനി പ്രസരത്തോടെ ദേഹാന്തർഭാഗത്ത് വെളിപ്പെടുന്ന ആധാരപത്മങ്ങൾ ബ്രഹ്മാണ്ഡത്തിൽ നിലവിലുള്ള ലോകങ്ങളുടെ ചെറിയ മാതൃകകൾ തന്നെയാണ്. കുണ്ടലിനി ഭൂമധ്യത്തിലുള്ള ആജ്ഞാചക്രത്തിലെത്തുന്നതോടെ ശുദ്ധ സത്വത്തിന്റെ വെണ്മയിൽ പ്രതിഫലിക്കുന്ന സത്യസ്വരൂപം തെളിയുന്നു. ഇതുതന്നെയാണ് കൈലാസവാസിയായ ശിവൻ. ശുദ്ധ വെണ്മയിൽ മുങ്ങി നിൽക്കുന്ന പർവ്വതമാണ് കൈലാസം. ആജ്ഞാചക്രത്തിന്റെയും നിറം ശുദ്ധ വെണ്മയാണ്. ബ്രഹ്മാണ്ഡത്തിലെ വെള്ളിമലയായ കൈലാസത്തിന്റെ ചെറുമാതൃകയാണ് ആജ്ഞാചക്രമെന്ന് ചുരുക്കം. ഓം ശ്രീനാരായണ പരമഗുരവേ നമഃ. ഓം ശ്രീ ശാരദാംബികായേ നമഃ.